ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം വളരെ സെൻസിറ്റീവാണ്. ഭാഷ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്കറിയാവുന്നതാണ്, 10, 20, 30 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഭാഷയല്ല, അവൻ്റെ ആഹാര രീതിയെല്ലാം മാറുകയാണ്. അങ്ങനെയുള്ളൊരു രാജ്യം ഒരു കൊടിയുടെ കീഴിൽ, ത്രിവർണ്ണ പതാകയുടെ കീഴിൽ ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരുമിച്ച് നിൽക്കുന്നു. അത് ചിലപ്പോൾ ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ്. ഇത്രയും ഭാഷയും സംസ്കാരവും വേഷവിധാനവും ആഹാരവും ലൈഫ് സ്റ്റൈലും വ്യത്യസ്തമായി പോകുന്ന ഇന്ത്യയിൽ, ഞാൻ പറയും, ഒരു സ്റ്റേറ്റിൻ്റെ കാര്യം, ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ പല രീതിയിൽ, പക്ഷെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു ഒരു കൊടിയുടെ കീഴിൽ. അതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ വലിയൊരു പ്രത്യേകത. ഈ കഴിഞ്ഞ സമയത്ത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷയെ പുച്ഛിക്കുന്ന ഒരു ദിവസത്തിലോട്ട് വരാൻ പോവുകയാണ്. അപ്പം എൻ്റെ അറിവ് വെച്ച് ഞാൻ ചോദിക്കുകയാണ്, അമിത്ഷാ എവിടെ പഠിച്ചത്? സെൻറ്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കോളേജിലും അദ്ദേഹം ബയോകെമിസ്ട്രിയോ ഒക്കെയാണ് എടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ എവിടെ പഠിച്ച? അഹമ്മദാബാദ് ലയോള കോളേജ്, ലയോള സ്കൂളിലെ ലയോള കോളേജ്. കേന്ദ്രം ഇന്ന് ഭരിക്കുന്ന BJP മന്ത്രിമാരും MP-മാരും അവരുടെ 90% കുട്ടികളും പഠിക്കുന്നതും അവർ പഠിച്ചതും ഇംഗ്ലീഷ് സ്കൂളുകളാണ്. ഇവരൊന്നും പോയി ഹിന്ദിയിലല്ല പഠിച്ചത്. ഇപ്പം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഹിന്ദിയെ ഒരു വലിയ ഭാഷയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ആദ്യത്തെ ഓപ്പോസിഷൻ വന്നത് ശരിക്കും റെസിസ്റ്റ് ചെയ്ത് തമിഴ്നാടാണ്. അവർ ഭയങ്കരമായി റെസിസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ പേരിൽ ഏകദേശം അവർ 2500 കോടി രൂപ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സ്റ്റാലിനും DMKയും അവിടെ പ്രതിപക്ഷമായ AIDMKയും അത് 1% പോലും വിട്ടുകൊടുക്കുന്നില്ല. അവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ആ കടും പിടുത്തത്തിൽ നിൽക്കുന്നൊരു സ്റ്റേറ്റാണ് തമിഴ്നാട്. അന്നും ഇന്നും എല്ലാം അവർക്ക് ആ ഹിന്ദി പറ്റില്ല. അവർ ഹിന്ദി പഠിക്കാൻ മറ്റൊരു ഭാഷയായിട്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടി നടക്കത്തില്ല എന്ന് തമിഴ് കമ്മ്യൂണിറ്റി ഒന്നടങ്കം പറയുന്ന ഇഷ്യൂ ആണ് ഈ സംഭവം. അല്ലാതെ ഒരു ചെറിയ മുക്കിനും മൂലയ്ക്കൊന്നുമല്ല. ഇനിയും BJP പല പ്രാവശ്യം അധികാരത്തിൽ വന്ന കർണാടകയിൽ നിങ്ങൾക്കറിയാം, അവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. ബാംഗ്ലൂർ സിറ്റിയിൽ പോലും ഹിന്ദി സംസാരിക്കുന്ന കന്നഡക്കാര് 10% താഴെയുള്ളൂ. പിന്നെ കർണാടക അകത്തോട്ട് കയറി കഴിഞ്ഞ് അതും വളരെ കുറവാണ്. ഇപ്പം മഹാരാഷ്ട്രയാണ് അടുത്ത സംഭവം. എന്താ മഹാരാഷ്ട്രയുടെ പ്രശ്നം? ഒന്നാമത് മനസ്സിലാക്കുക, കഴിഞ്ഞ ബോംബെ സിറ്റിയിൽ കഴിഞ്ഞ 10-12 കൊല്ലം കൊണ്ടാണ് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പല ബിസിനസ് ഗ്രൂപ്പുകളും കോർപ്പറേറ്റ് ഹൗസുകളും അവിടുത്തെ പല രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് അവിടെ നിന്ന് പോയി. പിന്നീട് ശിവസേന നോൺ ശിവസേന ആയിട്ടുള്ള പാർട്ടികൾ അവിടെ അധികാരത്തിൽ വരികയും അതിനുശേഷമാണ് ഈ കോർപ്പറേറ്റ് ഹൗസുകളും ബിസിനസ് ഹൗസുകളും കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് പല ആൾക്കാരും തിരിച്ചു വരാൻ തുടങ്ങി. കാരണം ശിവസേനയുടെ ഗുണ്ടായിസം, പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്നാമത് ആദ്യം അവർ സൗത്ത് ഇന്ത്യനെതിരെയായിരുന്നു, ദക്ഷിണേന്ത്യക്കാരെ അവർക്കെതിരെയായിരുന്നു. ഇപ്പോഴത്തെ അവരുടെ പുതിയ തീരുമാനം, ഉദ്ധവ് താക്കറെ, രാജ് താക്കറെ ഒരുമിച്ചു. ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പോളിസിയായ 3ാം ഭാഷയായിട്ട്, അല്ല 3 ഭാഷകൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെതിരെ ശിവസേന 2 പേരും ഒരുമിച്ച്, അതായത് ബോംബെയിൽ ആക്രമണം അഴിച്ചു വിടുകയാണ്. അതായത് ഒരാൾ ഇംഗ്ലീഷിൽ ഒരു കടയിൽ പോയി എന്തെങ്കിലും കാര്യം ഓർഡർ ചെയ്താൽ, ഒരു ഗ്രോസറി കടയിൽ ഓർഡർ ചെയ്താലോ ഹിന്ദി പറഞ്ഞാൽ ഇംഗ്ലീഷ് പോകട്ടെ. ഇപ്പം ഇംഗ്ലീഷിനെതിരെ എല്ലാ അറ്റാക്ക് വന്നിരിക്കുന്നത് ഹിന്ദിക്കെതിരെയാണ്. ഇംഗ്ലീഷ് അങ്ങ് പോയി, ഹിന്ദി സംസാരിക്കരുത്. മഹാരാഷ്ട്രയിൽ ഒരു കടയിൽ ചെന്ന് ഹിന്ദി ചോദിക്കാൻ പറ്റത്തില്ല, ഹിന്ദിയിൽ സംസാരിക്കാൻ പറ്റത്തില്ല. ഒരു ജോലിക്കാരനോട് ഹിന്ദി സംസാരിക്കാൻ പറ്റത്തില്ല, അവനോട് മറാഠി തന്നെ സംസാരിക്കണം.
ആലോചിച്ച് നോക്കുക, ആരാണിതിന് കാരണം? സ്വയമേ തീരുമാനമെടുക്കുക. ആരാണിത് തുടങ്ങി വെച്ചത്? എന്താണ് ഈ ഉദ്ധവ് ബാൽ ഠാക്കറെ, ഈ ശിവസേന പാർട്ടിയുടെ, അവരെങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ ക്ലച്ച് പിടിച്ചു വന്നത്? മറാഠ്വാദിയും മണ്ണിൻ്റെ മക്കളും മറ്റുള്ള സ്റ്റേറ്റുകാരും പറ്റത്തില്ല, മാർവാടികൾ പറ്റത്തില്ല, ഗുജറാത്തികൾ പറ്റത്തില്ല, ബീഹാറുകൾ പറ്റത്തില്ല, അവരുടെയാണ് ആ സ്റ്റേറ്റ്. അങ്ങനെയാണ് ഈ ശിവസേന എന്ന് പറഞ്ഞ സംഭവം കയറി വരുന്നത്. അതിൻ്റെ കൂടെ ഹിന്ദുത്വം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവരുടെ ഡിമാൻഡ് എന്തോ? മറാത്തി മാത്രം മതി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇനി ബോംബെ പോകുമ്പോൾ അവിടെ എല്ലാ ബോർഡുകളും മറാഠിയിൽ മാത്രമേ എഴുതാൻ പറ്റൂ. അങ്ങനെ വന്നു കഴിയുമ്പം ഒരു സാധാരണ മലയാളി, അതായത് നമുക്കിപ്പോൾ അവിടെ ബംഗാളികളോ അവരൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഹിന്ദിയൊക്കെ അറിയാം. നമ്മളൊരു ഹിന്ദി എന്ന് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര സീരിയസ് ആവണം ഇഷ്യൂ. അതാണ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞ, ഭാഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇഷ്യൂ ഉണ്ടാക്കരുത്, ഒരിക്കലും ഭാഷ അടിച്ചേൽപ്പിക്കരുത്. അവിടെ മാത്രമല്ല, ഇത് ബംഗാളിലും ഉണ്ടാകും. ഇന്ത്യയിലെ പല സ്റ്റേറ്റ്, ഹിന്ദി സ്റ്റേറ്റുകളോട് പല സ്റ്റേറ്റുകളിലും ഉണ്ടാകും, ഗുജറാത്തിലുണ്ടാവത്തില്ലായിരിക്കും. അതായത് ഈ ഇഷ്യൂ എന്ന് പറയുന്നത് ഹിന്ദിയെ മാത്രമല്ല, ഇപ്പം ഹിന്ദി വേണ്ട എന്നാണ് ഇവർ പറയുന്നത്. ഇംഗ്ലീഷിനെതിരെ അല്ല, ഹിന്ദിക്കെതിരെ തിരിഞ്ഞു. ഹിന്ദി ഇത് പറയുന്ന നാഷണൽ ഭാഷയാണ്, ദേശീയ ഭാഷയാണ്, ഇത് അറിഞ്ഞിരിക്കണം. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ സെൻസിറ്റീവ് ഇഷ്യൂ ആയിട്ട് മാറ്റിക്കഴിയുമ്പോൾ തകർന്നടിഞ്ഞു പോയ ശിവസേനയ്ക്ക് തിരിച്ചു വരാനുള്ളൊരു അവസരം BJP ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് ഇത് സത്യം. എന്താ മുഖ്യമന്ത്രി ഫഡ്നവിസ് പറയുന്നത്? അയാൾ മറാഠിക്കെതിരല്ല. കാരണം അവിടെ മറാഠിക്കെതിരെ പറയാൻ പറ്റത്തില്ല. മറാഠിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഔട്ടായി പോകും. ഇവിടെ ശിവസേനയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടാക്കി കിട്ടി. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്ക്. ഒരു പയ്യനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ ജോലിക്കാരനോട് ഹിന്ദി സംസാരിക്കണം എന്ന് പറയുമ്പോൾ അവന് അവിടെ ശിവസേനയുടെ ആൾക്കാർ പരസ്യമായിട്ട് അടിച്ച് ഉപദ്രവിച്ച് കാലെ തൊടിയിപ്പിച്ചിട്ട് അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ രാജ്യമാണ്. അവരതിൻ്റെ പൊളിറ്റിക്സ് ഉപയോഗിക്കും, അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി ബിൽഡപ്പ് ചെയ്യാൻ ഉപയോഗിക്കും. ഒന്നുമല്ലായിരുന്ന രാജ് താക്കറെ ഇപ്പോൾ പെട്ടെന്ന് മെയിൻ സ്ട്രീമിലോട്ട് കയറി വന്നു. എന്തിനാണ് രാജ് താക്കറെ ഉദ്ധവ് താക്കറെ ഉടക്കിപ്പോയി? ഉദ്ധവ് താക്കറെ കുറച്ചുകൂടെ മോഡറേറ്റ്, ഈ പറയുന്ന ഗുണ്ടായിസവും ഈ സംഭവങ്ങളൊന്നും വേണ്ട, കുറച്ച് മൈൽഡായിട്ട് എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ 2 പ്രാവശ്യം ഇലക്ഷൻ തോറ്റുപോയി. അയാളുടെ പാർട്ടി തന്നെ പകുതി അങ്ങ് മാറിപ്പോയി. രാജ് താക്കറെ ആണെങ്കിൽ ഹാർഡ് കോറാണ്, മറാഠി അത് ഇത് പ്രശ്നം. അതാണ് അയാളുടെ പൊളിറ്റിക്കൽ കൾട്ട് എന്ന് പറയുന്നത്. രണ്ടുപേരും എമേർജ് ചെയ്ത് ഒന്നായിട്ട് വീണ്ടും മറാഠി ഇഷ്യൂയിലോട്ട് കയറി വന്നു. അപ്പം ഹിന്ദി ഇഷ്യൂ ഉണ്ടാക്കിയപ്പോഴല്ലേ ഈ മറാഠി ഇഷ്യൂയിലോട്ട് കയറി വന്നത്? ഇപ്പം തമിഴ്നാട്ടിലായി, മഹാരാഷ്ട്രയിലായി, ഇനി അടുത്ത എങ്ങോട്ട് പോകും? നിങ്ങൾക്കറിയാം കർണാടകയിലെ ഇഷ്യൂ. അവിടെ ഇംഗ്ലീഷ്, അവിടെ ഹിന്ദി പറയാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് ബോർഡുകളാകാം, പക്ഷെ അവിടെ കന്നഡിക വേണം. അപ്പോൾ അവിടെ ഈ സാധനം കയറി കത്തത്തില്ലേ? ചെറിയൊരു സിനിമയായി ബന്ധപ്പെട്ട് കമൽഹാസൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. നിങ്ങൾക്കറിയാം പിന്നീട് എന്താ ഉണ്ടായത്? ഇതാണ് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഈ ലാംഗ്വേജ് വലിയ പ്രശ്നമാണ്. അപ്പം അതിനകത്തൂടെ ഒരു സാധാരണക്കാരൻ ഹിന്ദി അറിയാവുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ ഇപ്പം പല ആൾക്കാർക്ക് മലയാളികളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഒരു പ്രത്യേക ആദ്യമായിട്ട് പോകുന്ന മഹാരാഷ്ട്രയിലാണെങ്കിലും ഇവിടെ പോകുമ്പോഴും തമിഴ് ഒരുപെട്ട മലയാളികൾ തമിഴ് സിനിമയെല്ലാം കണ്ട് തമിഴുമായിട്ട് മലയാളമായിട്ട് ഒരുമിച്ച് ഈ ലാംഗ്വേജാണ് ഒരുമിച്ച് പോകാൻ സാധിക്കും. ഈ മറ്റുള്ള ലാംഗ്വേജുമായിട്ട് അതിനകത്ത് അവിടെ ഹിന്ദി സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ള സ്ഥിതി വന്നു കഴിഞ്ഞാൽ എന്താവും? ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. കാരണം BJP ഗവൺമെൻറ് ഒരു കാരണവശാലും ചിന്തിക്കരുത്, ഒരു ഭാഷ അടിച്ചേൽപ്പിക്കുവാണെങ്കിൽ ഇന്ത്യയിൽ വലിയ പ്രശ്നമുണ്ടാകും, വലിയ പ്രശ്നമുണ്ടാകും. അവസാനം എന്താ പറയുന്നത്? ഗുജറാത്തികൾ മഹാരാഷ്ട്രയിൽ ബിസിനസ് ചെയ്യേണ്ട, കാരണം അവർ ഇവിടുത്തെ സമ്പത്തെല്ലാം കൂടെ ഗുജറാത്തിൽ കൊണ്ടുപോവുക. മാർവാടികൾ അവിടെ കച്ചവടം ചെയ്യേണ്ട, അവർ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്, ഒരു ഇഷ്യൂന്ന് മൾട്ടിപ്പിൾ ഇഷ്യൂ ആയിട്ടങ്ങ് മാറും.
ഇപ്പോൾ സാധാരണക്കാരനോട് ബിസിനസ് ചെയ്യാനും സംസാരിക്കാനും ജോലി ചെയ്യാനും പറ്റാത്ത സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ അങ്ങ് പോകും. ഇതാണ് ഞാൻ പറയുന്ന അൾട്ടിമേറ്റ് ആയിട്ട് ഇന്ത്യയിലെ ഭാഷാ പ്രശ്നം എന്ന് പറയുന്നത്. ഏറ്റവും സെൻസിറ്റീവാണ് ഈ സംഭവം, ഏറ്റവും സെൻസിറ്റീവാണ്, ചെറിയതല്ല, ഏറ്റവും വലിയ രീതിയിലാണ്. ഇവിടെ പല മാർഗങ്ങളിൽ കൂടി ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം ഹിന്ദി സിനിമകൾ എത്രയോ എണ്ണം തമിഴ്നാട്ടിലും ചെന്നൈയിലും ഹിറ്റാവുന്നു. ഈ പറയുന്ന സ്റ്റാൻലിൻ, അദ്ദേഹം വലിയ തമിഴ് വാദിയാന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളെ പഠിപ്പിക്കുന്നതാണ് എല്ലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം അവരെല്ലാം പഠിച്ച സ്കൂളുകൾ ഉൾപ്പെടെ. ഇതത്രയേ ഉള്ളൂ. ഇവരുടെ പൊളിറ്റിക്സാണ് ഇതിൻ്റെ പ്രാധാന്യം. അല്ലാതെ ഇവർക്ക് ഭാഷയോടുള്ള പ്രേമം ഒന്നുമല്ല ഇത്. ആ പൊളിറ്റിക്സിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മറ്റുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതേപോലുള്ള ഹിന്ദി ഇങ്ങനെയുള്ള ഭാഷാ പ്രശ്നത്തിലോട്ട് കയറിയാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായി. അത് എല്ലാ ഇന്ത്യക്കാരും ഇത് ബാധിക്കും. ഇവിടെ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസും ഇന്ത്യ മുന്നോട്ട് പോകുന്ന സംഭവം ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ ഇഷ്ടമുള്ള ഭാഷ അവരങ്ങ് പഠിച്ചോളൂ. അതിന് ഈ പല രീതിയിൽ അതിനെക്കൊണ്ട് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നം രൂക്ഷമാകുന്നത്. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു. ഇപ്പം മഹാരാഷ്ട്ര, കേരളത്തിലെ ഗവർണർ മഹാരാഷ്ട്രക്കാരന് മറാഠിയ, ഇപ്പം മറാഠി വെച്ച് ഗോവക്കാരന്. നിങ്ങൾ ഗോവയിൽ പോയിട്ട് അവർ സംസാരിക്കുന്ന ഭാഷയുണ്ട്, പല ഭാഷ അവർ സംസാരിക്കുന്നത്. അവർക്കൊന്നും വലുതായിട്ടൊന്നും ഹിന്ദിയൊന്നും അറിയത്തില്ല ഗോവയിലുള്ളവർക്ക്. ചില ആൾക്കാർക്ക് അറിയാവുന്നേ ഉള്ളൂ. അവർക്കത് മറാഠിയും മറ്റുള്ള ഭാഷ അവരത് സംസാരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇന്ത്യക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജ് ആയാൽ ആർക്കായി പ്രശ്നം? ഈ ഡിജിറ്റൽ ലോകത്ത് മൾട്ടിപ്പിൾ ലാംഗ്വേജ് മോഡലോ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. എല്ലാ ഇന്ത്യക്കാരെയും ഒറ്റക്കെട്ടായിട്ട് നിർത്തുക എന്ന് മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അത് മാത്രമേ ചെയ്യാവൂ. ഭാഷ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നതിൻ്റെ താല്പര്യം അതൊന്നും ഒരു കാര്യമായ വിഷയമല്ല. മറ്റു പല മീഡിയമുണ്ട്, അതിൽ കൂടി ഇതൊക്കെ പഠിച്ചോളൂ. അവർക്ക് ഇഷ്ടമുള്ള ഭാഷ ഇഷ്ടമുള്ള രീതിയിൽ ആ രീതിയിൽ പോകട്ടെ. അതിനെയാണ് എൻകറേജ് ചെയ്യേണ്ടത്. അല്ലാതെ പിന്നെ സയൻസ് ടെക്നോളജി മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഭാഷാ പ്രേമം പറഞ്ഞ് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയും, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ പിന്നെ ബുദ്ധിമുട്ടാണ്. ഇത് തെറ്റായ രീതിയാണ്. ഹിന്ദി അറിയണം, ഹിന്ദിയിൽ കൂടെ പോകണം, ഇംഗ്ലീഷ് വേണ്ട, മറാഠി വേണ്ട, തമിഴ് വേണ്ട, 3 ഭാഷ. ഇതൊക്കെ ബേസിക്കലി നമുക്ക് പറയാമെന്നേ ഉള്ളൂ. പക്ഷെ പൊളിറ്റീഷ്യൻസിന് പല രീതിയിലുള്ള പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണ് DMK ADMK ഒന്നും ആകാത്തത്? കാരണം ഈ തമിഴ് ഭാഷ ഇഷ്യൂ തമിഴ്നാട്ടിൽ വലിയൊരു ഇഷ്യൂ ആണ്. അതേപോലെ മഹാരാഷ്ട്രയിൽ മറാഠി വലിയ ഇഷ്യൂ ആകാൻ പോവുകയാണ്. മറാഠി വലിയ ഇഷ്യൂ ആയിക്കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തെ അധികാരത്തിൽ വന്ന ഫഡ്നവീസ് ഗവൺമെൻറ് തുടരാൻ പറ്റത്തില്ല. കാരണം അതിനകത്തുള്ള ഭൂരിപക്ഷം മറാഠിവാദികളാണ്. അത് മൾട്ടിപ്പിൾ റീസൺസും ഫാക്ടേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ. അപ്പം ഇതിനെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകുക എന്നുള്ള അതിൻ്റെ അത് ഭാഷയുടെ പേരിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഇത് ബാധിക്കും. ഇത് ഭരിക്കുന്നവർ അറിഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ലത്.